അവരോട് ഞാൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറയുന്നു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവർ പലരും ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ നിയോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ട് ഗ്രഹിക്കാതെയും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതെയും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഇവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവാചകൻ നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു. അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളി. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈകൊണ്ടു. പൂർണ്ണ ഭാഗ്യത്തോടെ വിഘടനം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. ഹബീബായി പാലിക്കുമോ എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും
എല്ലാവർക്കും നൽകുവാൻ സമരനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും നയിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ത് മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചതാ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളം വരുന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവെഴുതും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശെ പറയുന്നു. യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറത്തു പറയുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കഴിഞ്ഞിട്ടേ എന്ന് അവൻ പറയുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിലേക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവന രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധാത്മാ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവൻ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ വിശ്വാസകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ശിഷ്യന്മാർ യേശുവിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനാരായിരിക്കുന്നത് ചോദിച്ചു. യേശു ഒരു പൈതങ്ങളെ വിളിച്ച് അവരുടെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ മനസ്സിറങ്ങിയ പൈതങ്ങളെ പോലെ ആയിരിക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ പൈതലിനെ പോലെ തന്നെ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനായിരിക്കും. എന്റെ നാമത്തിൽ ഈ പൈതലിനെ പോലെയുള്ളവരെ സേവിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ആരെങ്കിലും എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയ ലോകമെങ്കിൽ അവൻ കഴുത്തിൽ വെറുതെയുടെ തേങ്ങല കെട്ടിത്തൂക്കി സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും എന്നുള്ളത്. വിരുദ്ധമായിട്ട് ലോകത്തിന് ആവശ്യം, വിരുദ്ധകൾ വരേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ ആര് മൂലം വിരുദ്ധങ്ങൾ ഉണ്ടാകുന്നു ആ മനുഷ്യന് ആവശ്യം. നിന്റെ കൈയോ നിന്റെ കുറിച്ച് പറയുക. നീ രണ്ടു കൈയോ രണ്ടു കാലോ ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ മുഴുവനായോ ഒറ്റകളായോ ജീവനിൽ പ്രവേശിക്കുന്നതാണ് നിന്റെ കാലത്. നിന്റെ കണ്ണ് നിനക്ക് രഹസ്യമുണ്ടാകുമെങ്കിൽ അത് ചൂഴ്ന്നു കളയുക. നീ രണ്ടു കണ്ണുള്ളവനായി അഗ്നിത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കടലായി ജീവനിൽ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലത്. സൂക്ഷിച്ചുകൊള്ളുകയും ഈ ചെറിയ വെള്ളങ്ങളെയും നിങ്ങൾ നിന്ദിക്കരുത്. എന്നാൽ സ്വർഗത്തിൽ സ്വർഗസ്ഥനായ മുഖം എല്ലായ്പ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
എന്തുകൊണ്ടെന്നാൽ നശിച്ചുപോയതിനെ രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് തോന്നുന്നു, ഒരുവന് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് വഴിതെറ്റിപ്പോയാൽ 99 മുറിയിൽ വിട്ടിട്ട് അവൻ പോയി തെറ്റിപ്പോയതിനെ അന്വേഷിക്കുന്നില്ലയോ? അതിനെ കണ്ടുപിടിയ തെറ്റിപ്പോകാത്ത 99-നേക്കാളും അധികം അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുന്ന ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇപ്രകാരം തന്നെ ഈ ചെറിയ ഒരിക്കലും നശിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ഇഷ്ടമല്ലാതെ ഒരുമി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മൗലികമായ മാധുര്യഫലമാകുന്നു. ശ്രീപാലിക്കരെ ഞങ്ങളെ രക്ഷിക്കുകയും ഉപജനപ്രളയിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാവുന്ന പിള്ളാടിലെ കുട്ടിയായ കുഞ്ഞാടിയാണ് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരിടലും കാലങ്ങളിലും അടിയങ്ങളായി സ്വാധീനിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളെ സഹായിപ്പാൻ
ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകലങ്ങളും ദയാപൂർവ്വം ഞങ്ങൾ നയിക്കുവാൻ ചൂടണമേ. കർത്താവേ, കോപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തരത്താൽ മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനം ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും യോഗ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാനിത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിന്റെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളുടെ ബലികൾ നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യമായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ രൂപ ഞങ്ങളുടെ പേരും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മുഖാന്തരം ആവസിക്കുവാൻ അവനോടുകൂടെ നിനക്ക് വിശുദ്ധമായിരിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും ആധിപത്യവും യോഗ്യമാകുന്നു. ദിവ്യാനുസരിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യ പ്രാർത്ഥന സർവശക്തിയുള്ള ഭൂമിയുടെയും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും
സകലത്തെയും ജീവിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ പുതിയ ജീവിതമായി കൊടുക്കപ്പെട്ടിരിക്കുന്ന
കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിങ്ങളിൽ
മോചനത്തിനും പാപപരിഹാരത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും വാങ്ങിപ്പാലം ചെയ്ത് നന്മ ചെയ്തു. സമ്മതിക്കുമ്പോഴെല്ലാം എന്റെ വരവൊലി എന്നെ മരണത്തെ പുനരുദ്ധാനത്തെ നിങ്ങൾ അനുസരിച്ചുകൊള്ളി എന്ന് അവരോട് നാം മുൻകൂട്ടി കൽപ്പിച്ചു. അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് പെട്ടതുമാകുന്നു. നിങ്ങൾ അർത്ഥത്തോട് ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നമ്മുടെ പാത്രികന്മാരായ ആപ്പന്മാർ ദിവസത്തിനു വേണ്ടിയും ആപ്പന്മാർ ദിവസത്തിനു വേണ്ടിയും ആപ്പന്മാർ ഗീവോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പടകാലാവുന്ന സറാഫിക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ളവർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. സ്നേഹത്തെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ക്ഷാമവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പരിശുദ്ധമായ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വേണ്ടി വേറെ സമയത്ത്
അനുഭവിക്കപ്പെടുന്നതാകാനായിട്ടും അവർക്ക് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും നഗരങ്ങളെയും പരദേശികളെയും ആശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തിയണമേ. ഞങ്ങളുടെ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടി ഞങ്ങൾക്ക് ലഭിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധമായ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളെല്ലാ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവരും വിശുദ്ധിയുള്ളവരും മാത്രമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമേ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പുരുഷന്മാരെ നിവീന്മാരെയും പ്രസന്നക്കാരായ സ്നേഹിതന്മാരെയും ദേവഗീരന്മാരെയും സഹോദരന്മാരെയും മോഹനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ ഷെർമാഷിമാരുടെ പ്രധാനിയും സഹോദരന്മാരും മുമ്പനുമായ പരിശുദ്ധനും മോഹമുള്ളവനുമായ സ്നേഹിന്മാരിൽ തലവന്മാരായ ഉന്നതഭട്ടന്മാർ പത്രോസിനെയും പൗലോസിനെയും നമ്മുടെ പിതാവായ സ്നേഹയെയും ശേഷം സകല ശുദ്ധിമാരെയും ശുദ്ധിമകളെയും അതുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവയിലുണ്ടായിരുന്ന ദൈവന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തിനനുസരമായ പിതാക്കന്മാരെയും പുണ്യവാനും ശ്രീയായി സദായമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദേവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസിലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമത്തിയോസും ഫെലിക്സിയോസും അന്തേമോസും ഇയാവാലിയോസും വചനമായ ദൈവശരീരയായ തീർന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി ഗ്രഹിച്ചതും സത്യവാനും ഗൗരവമായ പ്രസിദ്ധായ മാർക്കുറിയോസും സുര്യാനികാരുടെ കീഴവും ദൈവത്തിന്റെ വിശ്വസഭ മുഴുവനെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങളും മറിയാ സംശയം കൂടാതെ ദൈവമാതാവിന്റെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചരുമായ സത്യവിശ്വാസത്തിന്റെ നീതിമാനും ദർശനമായ ബാബായും മാനപ്രേമം മാലയാക്കവും മാലസാക്കും മാർബാലായും ദുരിതന്മാരതനായും ഭാഷമോ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർബായും എല്ലോ മാർബസേയോസും
ഗീവർഗീസോസും മലങ്കരയുടെ വിശുദ്ധന്മാരായ മാർ ഗീവർഗീസും മാർ ദീവനാസിസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചോളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസിയെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന മുഖമായിട്ടായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധമായ സ്വർഗ്ഗസ്ഥലേ, സത്യവിശ്വാസമാകുന്ന പാപങ്ങളെ എല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നൽകുന്ന ഏകജാതനും പരിശുദ്ധനുമായ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബ്ദുൽ സലാം രൂപയുടെ സകലഘടങ്ങളെ ഉടയനായിരിക്കുന്ന പിതാവും ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപോട്ട് നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നിരുന്നവരായ ഈ പരിശുദ്ധ മനോഹരനും ഈ പള്ളിയിൽ പാടുന്നു. സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരുന്ന വിശ്വാസങ്ങളായ മനുഷ്യരെ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ രൂപയുടെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമനുഷ്യരോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനായ യോഗ്യരാകുവാനും നമ്മെ ഹൃദയത്തിൽ ചേർത്തുകൊള്ളവരുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് പ്രാവശ്യം കുറിയരാജ് പറയണം. കുറിയരാജ് അവൻ മൂലമുള്ള പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ തന്നെ ശരണപ്പെടുന്നു. Hallelujah.
Amen.
Shubho
സ്വീകരണം നേടി ദൈവമേ മാനവാ വീക്ഷിച്ചാകട്ടെ Switch
പരിഹാരം നേടും
Uttamam
ചെയ്യുന്നവരില്ലല്ലോ. ജ്ഞാനമെല്ലാം വസിക്കുമെന്നോ സാരസത്തിൽ ജ്ഞാനമേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധമായ തിരുവാതിര ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്റെ കർത്താവേ, ഞാൻ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ വിചാരണത്തിനോ ആയിത്തീരാതെ എന്റെ കർത്താവ് നീക്കു എന്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഇടയിൽ അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും ഭാവിയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമേൻ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനു വേണ്ടി പരിപാലിക്കുന്നതുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം നൽകി വരുവാനാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ ശരീരങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധനയുടെ സംഘത്തെ നിന്റെ അദൃശ്യമായി വചനം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. രക്ഷകനായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെയും ഇവ നൽകുന്നവരുടെയും അനുഭവിക്കുന്നവരുടെയും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ പേരും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ പേരും അവരുടെ പേരും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെയ്യപ്പെടുവാനാകട്ടെ. സ്തുതി ജീവനും രക്ഷകമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സമർപ്പിക്കുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുകയും ഞങ്ങൾക്ക് ഭക്ഷണമായി പാപപരിഹാരപ്രദമായ നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളെ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ പരിശോധനകൾക്കും പാപമോചനം നൽകണമേ. ഞങ്ങളുടെ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വൽ സുബ്ഹാനഹു. സൂക്ഷിക്കണമേ, ചേർത്തിടണമേ ഞങ്ങളെ ശ്രീപാദങ്ങളിൽ താവകൃപൈ പൂജകനിവഹേ വർഷിക്കണമേ. സ്തോത്രം സർവം വായികളശേഷം നൽകും ഞങ്ങൾ നിൻ താവെന്നും വിമലാത്മനും സ്തുതി പാടിയിടും. എൻ കർത്താവേ, നിൻ തിരുനാമം ഭക്ഷിച്ചോരാ ഈ പാപികൾ തൻ ദോഷതമഖിലം മോചിക്കണമേ. പരിശുദ്ധമായ വിശുദ്ധ കൃഷ്ണനിർവഹിക്കും കർമ്മയ്ക്കും ഞങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മൾ സമാധാനത്തോടെ പോകുക. ദൂരസ്ഥ സമയത്ത് ജീവിക്കുന്നവരെ മനസ്സിലാക്കുക. സേവ രക്ഷയുടെ വിശുദ്ധമാകുന്ന സന്തോഷമായി മുതലെടുക്കപ്പെടുകയും ഇതൊക്കെ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, വിശ്വാസികളാക്കി ആശ്വാസം നൽകുകയും ചെയ്യും. ഞങ്ങൾ പേരും പാപമാണ് ദാസനാകും എന്ന് പ്രാർത്ഥനകളാണ്. കർമ്മയെ സഹായം പ്രാർത്ഥിക്കുകയായിരുന്നു. സന്തോഷിച്ച് ആനന്ദിച്ച് നമ്മൾ അതിലൂടെ പോകുകയും എനിക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥന സഹായിക്കുകയും പാപികളെ കഷ്ടമായി ജന്മൊഴിക്കണമേ. പോകുത്തായിൽ തന്മാറുന്നൊരുത്തമനെ ദാഹം നീക്കി തൊഴുകിയ തീരം ചോരയതാനും എന്റെ മടങ്ങൾ ശേഷം നിൻ ചെങ്കാവങ്ങളെയും ഹൃദയാൽ പുണ്യമതാക്കണമേ. രഹസ്യങ്ങൾ അതിനാൽ പുണ്യപ്പെട്ടതിനോഗ്യനാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ എപ്പോഴും എപ്പോഴും എന്നേക്കും
കൃപയുള്ളവനാം കർത്താവേ, കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകുക മടിയനതാ, എന്മേൽ കൃപയുണ്ടാകണമേ. സൗമൻകാലം സുറിയേലായിസു മോറാനീശുമശിഹ ഉൾക്കൊണ്ടോരിന്മയും തിരുരക്തമതും ശിക്ഷാ പ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളാറാനുതകീടണമേ. നിൻബലമതിൽ നിൽക്കുന്നതിനും ധൈര്യസമേതം കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചേയും വിശ്വാസത്താൽ പാനം ചെയ്തവരെയും രക്തമതം തീരത്തിൽ പാലമായി തീർന്നേണമേ. ശിഷ്യർക്കായ മാടകയിൽ തന്തിരുമേനി എന്നെ ശാദാമ്യരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാധന്യം ചേർത്തൊരുവാലേ സുതനായി സ്തോത്രം. വൃക്ഷത്തിന്മേൽ വെച്ചങ്ങുവരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമതൊഴിച്ചു. ഹല്ലേലൂയ മോദിപ്പിച്ചു. അവർക്ക് പരിമളവാസനെ ഭവിക്കുമാറണമേ. കർത്താവിന്റെ ഇഷ്ടപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. പാതകനാമേലു ജീവനൂഷ മൃഗബലിയായി നൽകി ജീവനും നിൻബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കും എത്ര ഗുണം കൂടും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, സമാധാനം സമയത്തും ദൈവത്തിന്റെ വിശ്വാസങ്ങളുടെ സംരംഭമായി ക്രിസ്തുവിശ്വനാമത്തിന്റെ ശ്രീയിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ സഭയിൽ നിന്ന് വേദവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിൽ കർത്താവ് ഒരു പൈതലിനെ വിളിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് നിർത്തുകയും ആരാണ് വലിയവരെന്ന ചോദ്യത്തിന് ആ ശിശുവിനെ പൈതലിനെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ മനസ്സ് തിരികെ വേദങ്ങളെ പോലെ ആയിത്തീരുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രത്യേകമായി അറിയുന്നു.
പൈതലിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഇവർക്കും അറിയാം. നിഷ്കളങ്ക മനസ്സുള്ളവരാണ് പൈതങ്ങൾ. അവർ കുസൃതി കാണിക്കുകയും ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിലുള്ള നിഷ്കളങ്കത്വമാണ് കർത്താവ് ഈ പൈതങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കാരണം. നമുക്ക് ഏവർക്കും അറിയാം, പൈതങ്ങൾ അവർക്ക് കള്ളങ്ങൾ അറിയത്തില്ല, ചതിവറിയത്തില്ല, ലോകത്തെക്കുറിച്ച് ആഴമായി ഒന്നും മനസ്സിലാകാത്ത വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പൈതങ്ങളെ പോലെ ആയിത്തീരുവാൻ പറയുന്നത്. പൈതങ്ങളുടെ നിഷ്കളങ്കത്വമാണ് കർത്താവ് അവരെ തിരഞ്ഞെടുക്കുവാൻ കാര്യം. അങ്ങനെയെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള മനുഷ്യർക്കാണ്. പൈതങ്ങളെ പോലെ അറിവ് സമ്പാദിക്കുന്നത് നല്ലതാണ്, പക്ഷേ നിഷ്കളങ്കത്വം പലപ്പോഴും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു വീട്ടിൽ പ്രത്യേകമായി പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് ഇടർച്ച വരുത്തുന്ന ഒരാളുണ്ടെങ്കിൽ, അവർ ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ കഴുതയുടെ തിരികല്ല് കെട്ടിത്തൂക്കി സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും അവർ നല്ലത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. വിരുദ്ധതകൾ ഹേതുവായിട്ട് ലോകത്തിന് ആകർഷണം, വിരുദ്ധതകൾ വരേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ ആര് മൂലം വിരുദ്ധതകൾ ഉണ്ടാകുന്നു, ആ മനുഷ്യന് ആകർഷണം. ഇത് വിരുദ്ധതകൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന, ഒത്തൊരുമിച്ച് താമസിക്കുന്ന കുടുംബങ്ങളിലും നമ്മുടെ സംഘാലയങ്ങളിലും ഒക്കെ പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇടർച്ച വരുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കർത്താവ് പറയുന്ന വാചകമാണ് ഏറ്റവും അനുവർത്തമായിട്ടുള്ളത്: ഹാ കഷ്ടം. ആ മനുഷ്യന് ഹാ കഷ്ടം. അതായത് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യം കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പൈതലിനെ പോലെ ആയിരിക്കണം. ഒരു നിഷ്കളങ്കത്വം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ നിഷ്കളങ്കത്വമാണ് ആ പൈതലിന് അതിനെ അർഹമാക്കി തീർത്തുന്നത്. സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ കുടുംബമഹിമയോ വിദ്യാഭ്യാസമോ മറ്റൊന്നുമല്ല, മറിച്ച് ഒരു മാത്രമാണ് നിഷ്കളങ്കത്വമുള്ള മനസ്സ് ഉണ്ടാകുവാൻ ഇടയാകണം. എങ്കിൽ ആദ്യത്തെപ്പടി നമുക്ക് കാണുവാൻ കയറുവാൻ സാധിക്കും. പിന്നീട് കർത്താവ് പറയുകയാണ്, വിരുദ്ധതകൾ ഉണ്ടാക്കുന്നവർ കയ്യോ കഷ്ടം. നിന്റെ കൈയോ നിന്റെ കാലോ നിനക്ക് ഇടർച്ച ഉണ്ടാക്കുന്നില്ല, അത് മുറിച്ചു കളയുക. അതായത് നമ്മുടെ ജീവിതത്തിൽ, ലളിതമായ ജീവിതത്തിൽ നമുക്ക് എന്ത് ആണ് പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ചു കളഞ്ഞാൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, അതായത് ഒരു അംഗഹീനനായി പ്രവേശിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. നിത്യാർത്ഥിയിൽ നീ രണ്ട് കൈയോ കാലോ ഉള്ളവനായി വീഴുന്നതിനേക്കാൾ മുടന്തനായോ ഒറ്റക്കണ്ണനായോ ഒറ്റ കയ്യനായോ ജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല അവസ്ഥയെക്കുറിച്ചാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ഏതാണ് നല്ല അവസ്ഥ? നാം തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് നല്ല അവസ്ഥ എന്ന് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന, ഇടർച്ച വരുത്തുന്ന, പ്രയാസമുണ്ടാക്കുന്ന ആ ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ചു കളയുവാൻ നമുക്കിടയാണ്. നമുക്കറിയാം, ഇന്ന് അനേകം മക്കൾ ക്യാൻസർ രോഗികളായി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന ആ പ്രയാസം അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന പ്രയാസമാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകില്ല. അവരുടെ വേദനകൾ അവരുടെ ഉള്ളിൽ മാത്രം നിലനിൽക്കുന്നതാണ്. നമ്മളുടെ വേദനകളും നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അത് മറ്റൊരാൾക്ക് പുറമേ കാണുവാനോ അത് പ്രദർശനമാക്കുവാനോ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളിലെ വേദനകൾ തന്നെയാണ്. അത് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം ആ വേദനകൾക്ക്. പ്രത്യേകിച്ച് ഇന്റിമേഷൻ കൂടുതലുള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഈ 3 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അനുവദിച്ചത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും ഇവയെ അതിജീവിക്കുവാനുള്ള കൃപ ഉയരത്തിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. നമ്മുടെ കഴിവോ വെളുക്കോ നമ്മുടെ പ്രശംസനീയമായ പല കാര്യങ്ങളും ഒന്നും അതിന് മുതൽക്കൂട്ടാവുകയില്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് നമ്മളെ വഴിനടത്തുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, തൻ്റെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച ഉണ്ടാകുന്നുവെങ്കിൽ അത് ചൂടുന്ന കിടക്കുക. നീ 2 കണ്ണുള്ളവരായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനെ പ്രവേശിക്കുന്നതാണ് നടക്കുന്നത്.
അപ്പോൾ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ നമുക്ക് ഇടയാണ്. കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ വഴിയും സത്യവും ജീവനും എല്ലാം ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബഥേൽ മാർത്തോമാ യുവജന സംഘം തണ്ണിത്തോട് ഒരു ക്വിസ് മത്സരം നടത്തുകയാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും അത് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ സംബന്ധിക്കുവാൻ പ്രത്യേകമായ ഇടയാകണം. നല്ല ടീമുകളായി പോയി ക്യാഷ് പ്രൈസ് വാങ്ങിക്കുവാൻ ഇടയാകണം. 1ാം സ്ഥാനക്കാർക്ക് മാടപ്പിള്ളേത്ത് എബ്രഹാം തോമസ് മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും 3500 രൂപ ക്യാഷ് പ്രൈസുമായിരിക്കും. 2ാം സ്ഥാനക്കാർക്ക് റോജൻ മാത്യു പന്തനാംകുടി മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും 2500 രൂപ ക്യാഷ് പ്രൈസുമായിരിക്കും. കുട്ടികൾ ഇതിനൊക്കെ പങ്കെടുത്ത് വിജയങ്ങൾ നേടുവാനും സമ്മാനങ്ങൾ മാത്രമല്ല, നമ്മുടെ കഴിവുകളിനെ ദൈവം തന്ന കഴിവിനെ പരിപോഷിക്കുവാനും ദൈവം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച അതായത് 4-ാം തീയതി സൺഡേ സ്കൂളിൻ്റെ സഹപാഠ്യ മത്സരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തുന്നതാണ്. മത്സരാർത്ഥികൾ പ്രത്യേകമായി നല്ല രീതിയിൽ അത് പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം, നല്ല രീതിയിൽ അത് കാഴ്ചവെക്കണം, സമ്മാനങ്ങൾ നേടണമെന്ന് തീരുമാനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് കൈമുന്നതിന് ശേഷം അതിനുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരിക്കും. നൽകുന്നത് തോമസ് കുട്ടി വെള്ളാശ്ശേരിയുടെ കുടുംബവുമാണ്. മാതാവിൻ്റെ 2ാം ജന്മവാർഷിക പ്രമാണിച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. വാങ്ങിപ്പോയ മാതാവിനെ പ്രത്യേകമായി പ്രവർത്തിക്കുന്നത് നമ്മളുടെ പ്രത്യേകിച്ച് ആശ്വാസം കൊടുക്കട്ടെ. കൂടാതെ അത് ക്രമീകരിച്ച കുടുംബത്തിലുള്ള നന്ദി സ്നേഹവും ഇടവയുടെ പേരിൽ പ്രത്യേകമായി അറിയിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനോട് സംബന്ധിച്ചിട്ട് പ്രത്യേകമായി അറിയിക്കുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തുകയും